ശരി, ഷഫീഖ്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഇതിലിപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പം അതിലുണ്ടായിരുന്ന ജീവനക്കാരെ എത്തിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ 4 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? ഇപ്പം ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ള ഈ കണ്ടെയ്നറുകളിലുള്ള സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ, വിഷാംശമുള്ള വസ്തുക്കളാണെന്നൊക്കെ അറിയുന്നു. വലിയ രീതിയിൽ ആളിപ്പടരുന്ന സാഹചര്യവുമുണ്ട്. ഇതുവരെ തീ അണയ്ക്കാനും സാധിച്ചിട്ടില്ല. കടലിലേക്ക് ഇത് പടരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു രക്ഷാപ്രവർത്തനവും ഈ തീ ശമിപ്പിക്കാനുള്ള ശ്രമവുമാണ് കോസ്റ്റ് ഗാർഡും നേവിയും നടത്തുന്നത്? എന്താണ് അവസാനമായി ലഭിക്കുന്ന വിവരം? ഇന്ന് രാവിലെ 9:30-ക്കാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആ അപകട വിവരം ലഭിച്ച ഉടനെ തന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംഘം കപ്പലും അതോടൊപ്പം തന്നെ ഡോണിയർ വിമാനങ്ങളും അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷവും ഈ ഷിപ്പിനടുത്തോട്ട് എത്തുന്നതിനോ ഈ തീ അണയ്ക്കുന്ന നടപടികളിലേക്ക് പോകുന്നതിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ രാവിലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം ചെറിയ രീതിയിലാണ് തീ പിടിച്ചിരുന്നത്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ആ കണ്ടെയ്നറുകളിലേക്ക് മധ്യഭാഗത്തുള്ള പൂർണ്ണമായും കണ്ടെയ്നറുകൾ കത്തി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് ആ തീ പടരുന്ന സാഹചര്യം വരുന്നു. ഈ സ്ഫോടന ശേഷിയുള്ള അത്തരത്തിൽ സ്ഫോടനാത്മകമായ വസ്തുക്കളാണ് പല കണ്ടെയ്നറുകളും ഉള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ തീ ഏകദേശം നിയന്ത്രണ വിധേയമാവാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതാവാതെ കൂടുതൽ അടുത്തേക്ക് ഈ ഷിപ്പുകൾക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 50ഓളം കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിൽ നിന്ന് ചാടി അത് പുറത്തേക്ക് ഒഴുകി നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിയന്ത്രണ വിധേയമാവാത്ത രീതിയിൽ ഈ ഷിപ്പും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പ്രശ്നങ്ങൾ കാരണമാണ് ഇതിനടുത്തോട്ട് പോകാൻ പറ്റാതെ വലിയ വെല്ലുവിളി നേരിടുന്നത്. ഈ പകൽ സമയം മുഴുവൻ ഈ പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിനടുത്തോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടും. പക്ഷേ അതിന് സാധിച്ചില്ല. പക്ഷേ രാത്രി വൈകിയും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംഘവും അതിനുള്ള ശ്രമം തുടരുകയാണ്. പരമാവധി അത് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം. ഒരു പരിധിവരെ തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ ഒരു കൂടുതൽ സുരക്ഷിതമായി തന്നെ ഈ കണ്ടെയ്നറുകൾ മറ്റ് ഷിപ്പുകളിലേക്ക് മാറ്റാനും കൂടുതൽ സുരക്ഷിതമാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ സംഘമുള്ളത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 18 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ 4 പേരെ കുറിച്ച് ഇതുവരെയും കൃത്യമായ വിവരങ്ങളില്ല. അവർക്ക് ഇതിനകത്തും ഉണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് അപകടത്തിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള വിവരങ്ങളും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. എന്തായാലും പരമാവധി അങ്ങോട്ട് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി രക്ഷാപ്രവർത്തനം തുടരാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംഘമുള്ളത്. ശരി സിജോ.